ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും മിയാസ് ഫുഡ്ബുക്കിലേക്ക് സ്വാഗതം. ഇന്നൊരു കുട്ടി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. മോളുടെ ബർത്ത്ഡേ സെലിബ്രേഷനും അതുപോലെ തന്നെ മോളുടെ ആഗ്രഹമായിരുന്നു ഒരു മിനി മൗസിൻ്റെ കേക്ക്. അപ്പോൾ ഒരു മിനി മൗസ് കേക്ക് പരീക്ഷണം കൂടിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മോൾക്ക് എന്താ ബർത്ത്ഡേ എന്നൊക്കെ അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക്, വാട്സപ്പ്, ടിക്ടോക്കൊക്കെ കണ്ടിട്ട് ഓരോരുത്തരുടെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കണ്ടിട്ട് ആൾ ഇന്നും ചോദിക്കും, എന്നാണ് എൻ്റെ ബർത്ത്ഡേ അമ്മ, എൻ്റെ ബർത്ത്ഡേ ഇതുപോലെ സർപ്രൈസും ഗിഫ്റ്റൊക്കെ എനിക്കും തരണം കേട്ടോ, കണ്ണൊക്കെ പൊത്തണം ഇങ്ങനെ പറയാറുണ്ട് ഞങ്ങളിടയ്ക്ക് ചോദിക്കുമ്പോൾ. അപ്പോൾ അത് വിചാരിച്ചപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ മോളുടെ ബർത്ത്ഡേ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ സെൻട്രൽ പോയിൻറ്റ്, ഞങ്ങളുടെ അടുത്തുള്ള സെൻട്രൽ പോയിൻറ്റിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ കുറേ ഗിഫ്റ്റ് കണ്ടപ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ആവില്ലേ ഏത് മേടിക്കണം എന്ന് വെച്ചിട്ട്. അവിടെ ഡോളിൻ്റെ സെറ്റ്, അതുപോലെ മേക്കപ്പ് സെറ്റ്, നേഴ്സിംഗ് സെറ്റ്, കിച്ചൺ സെറ്റ്, മേക്കപ്പ് ടേബിൾ, അങ്ങനെ കുറച്ചൊക്കെ കണ്ടു. അപ്പോൾ അവൾക്ക് ഏതാവും ഇഷ്ടമാവുക എന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്ന് ആലോചിച്ച് ഏറ്റവും അവസാനം കൺഫ്യൂസ്ഡ് ആയിട്ട് തന്നെ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മോൾക്ക് എന്തായാലും ഇഷ്ടമാവും എന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. അതുപോലെ തന്നെ 2 ആഴ്ച മുന്നേ തന്നെ മേടിച്ചു. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല, ഹസ്ബൻഡ് മാത്രമേ പോയത്. ഇപ്പോൾ ഈ കൊറോണയുടെ ഒരു ടൈമിൽ നമ്മളെല്ലാവരും കൂടി പോകുന്നത് സേഫ് അല്ലാത്ത കാരണം നേരത്തെ മേടിച്ച് നമ്മൾ കുറച്ച് ദിവസം ഇരിക്കുന്നതാണ് സേഫ് എന്നുള്ള കാരണമാണ് നേരത്തെ തന്നെ മേടിച്ചത്. കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ബേസ് തലേദിവസം തന്നെ ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് കേക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് എന്ന് തോന്നിയിട്ടാണ് അങ്ങനെ തലേദിവസം ഉണ്ടാക്കിയത്. അപ്പോൾ കേക്ക് ഞാൻ 2ആയിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 kg കേക്കാണ്. അപ്പോൾ 2 ട്രയലാണ് ബേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ ഒരു ട്രയലിൽ നിന്ന് 2 പീസ്, അടുത്ത ട്രയലിൽ നിന്ന് 2 പീസ്, മൊത്തത്തിൽ 4 പീസാണ്. അപ്പോൾ തലേദിവസം ഞാൻ ചൂടാറിയതിന് ശേഷം റാപ്പ് ചെയ്തിട്ട് സാധാരണ നമ്മൾ കിടക്കുന്ന AC റൂമിലാണ് വെച്ച്, ഇവിടെ നല്ല ചൂടായ കാരണം ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം പിറ്റേ ദിവസം എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ വിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്രീം 2 കപ്പാണ് എടുത്തത്. അതിലേക്ക് 1 കപ്പ് ഷുഗർ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഷുഗർ ചേർത്തിട്ട് മിക്സ് ചെയ്യേണ്ട വിപ്പിംഗ് ക്രീമാണ് കിട്ടിയ കാരണമാണ് അതുപോലെ ചെയ്തത്. അതിനുശേഷം സ്റ്റിഫായി വന്നു തുടങ്ങിയപ്പോൾ അതിലേക്ക് വാനില എസൻസ് 2 ടീസ്പൂണും കൂടി ചേർത്തിട്ട് നന്നായിട്ട് സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തിട്ട് തലേദിവസം തന്നെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇളകി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം താഴെ വെച്ചതിന് ശേഷമാണ് കേക്കിൻ്റെ ബേസ് വെച്ചത്. അപ്പോൾ കേക്കിൻ്റെ ബേസിൽ നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ള ആ ഒരു ഭാഗമാണ് ഏറ്റവും താഴെ വെച്ചിട്ടുള്ളത്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നന്നായിട്ട് തന്നെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടും. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വിപ്പ് ചെയ്തെടുത്തിട്ടുള്ള ക്രീം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലിട്ടിട്ട് ഒന്ന് മുകളിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 2 പ്രാവശ്യമായിട്ടാണ് റൊട്ടേറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ നടുവിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോബെറിയുടെ ജാം വെച്ച് കൊടുക്കുന്ന കാരണം തന്നെ അവിടെ ഗ്യാപ്പ് വിട്ടിട്ട് സൈഡിലാണ് 2 പ്രാവശ്യമായിട്ട് പൈപ്പിംഗ് ബാഗ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുത്തത്. അതിനുശേഷം കത്തി വെച്ചിട്ട് ഞാനതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ പൈപ്പിംഗ് ബാഗ് വെച്ച് ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പണി കഴിയും. അപ്പോൾ കത്തി വെച്ച് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നടുവിലേക്ക് സ്ട്രോബെറി ജാം ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ഫില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതും കൂടി വെച്ചു. അതിൻ്റെ മുകളിലേക്ക് അടുത്ത പീസ് കേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കേക്കിൻ്റെ മുകളിലത്തെ പീസ് ആ കേക്കാണ് വെച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു മുകളിലത്തെ ഭാഗം ഒന്നെങ്കിൽ കത്തി വെച്ചിട്ട് കുറച്ച് ഹാർഡായി നിൽക്കുന്നുണ്ടെങ്കിൽ മാറ്റാം, അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചൊന്ന് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ അതിലേക്ക് ഒബ്സർവ് ചെയ്യും. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടും. അതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീമും സൈഡിലേക്കും സെൻറ്ററിലേക്ക് സ്ട്രോബെറി ജാം. ഇതേപോലെ തന്നെ എല്ലാ കേക്കും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതിലത്തെ താഴത്തെ പീസാണ്, ബട്ടർ പേപ്പർ മാറ്റിയിട്ടുള്ള ആ പീസാണ് ഏറ്റവും മുകളിൽ വെച്ചതും അതുപോലെ ഏറ്റവും താഴെ വെച്ചതും. അപ്പോൾ നമുക്ക് കറക്റ്റ് ലെവൽ ചെയ്ത് കൊടുക്കാൻ നല്ല സിമ്പിളായിരിക്കും. അതിനുശേഷം അതിൻ്റെ മുകളിലേക്കും ഷുഗർ സിറപ്പ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം സൈഡിലേക്കൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ, അതുപോലെ തന്നെ സൈഡ് നമുക്ക് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ കത്തി വെച്ചിട്ട്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ക്രീമിൻ്റെ ഫസ്റ്റ് കോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മുകളിലും അതുപോലെ തന്നെ സൈഡിലൊക്കെ ഒന്ന് ഫസ്റ്റ് കോട്ട് ഒരു കത്തി വെച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ 2-3 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടൊന്ന് സെറ്റ് ആയതിന് ശേഷം വേണം സെക്കൻഡ് കോട്ട് ഇട്ട് കൊടുക്കാൻ. അപ്പോഴാണ് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കേക്ക് കിട്ടുക. ഈ ഒരു ടൈമിലാണ് ഞാൻ ഫോണ്ടൻറ്റ് വർക്ക് ചെയ്തത്. അപ്പോൾ അധികം ഫോണ്ടൻറ്റ് ഒന്നുമില്ല, ഞാൻ കുറച്ച് ഫോണ്ടൻറ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് ഡോട്ട്സും അതുപോലെ തന്നെ സ്റ്റാറൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് മുകളിലെ പേര് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മിനി മൗസിൻ്റെ ബോയും കൂടി ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് അതിന് ശേഷം റാപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ ഉണ്ടാക്കിയെടുക്കുന്ന റൂമിലാണ് വെച്ചത്. അപ്പോൾ ഞാൻ AC റൂമിലാണ് ഇത് ഫുള്ള് കോട്ട് ചെയ്തെടുത്തത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല ചൂടായി കാരണം അല്ലെങ്കിൽ മെൽട്ടായി പോകുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് സെക്കൻഡ് കോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തതിന് ശേഷം സെക്കൻഡ് കോട്ടിനായിട്ട് കുറച്ച് പിങ്ക് ഷെയ്ഡുള്ള വിപ്പിംഗ് ക്രീമാണ് ഒന്ന് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ ഇതും തലേദിവസം ഉണ്ടാക്കി വെച്ചതാണ്. അത് ജസ്റ്റ് ഒന്ന് എടുത്തതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടാണ് ഞാനിതിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കുന്നത്.
അപ്പോൾ ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കത്തിയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. കത്തി വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ട്രേ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറ്റാവുന്ന രീതിയിൽ മുകളിലും സൈഡിലും ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് നീക്കി വെക്കുകയാണ് ചെയ്തത്. ഇനി കേക്കിൻ്റെ മുകളിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനി മൗസിൻ്റെ ഫോട്ടോ പ്രിൻറ്റിൻ്റെ ബാക്കിലേക്ക് 2 സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് അതിൻ്റെ ബാക്കിൽ ടൂത്ത് പിക്ക് കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടൂത്ത് പിക്കിൻ്റെ ഹൈറ്റ് ഒന്ന് കേക്കിൻ്റെ ഹൈറ്റും വെച്ച് ചെക്ക് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ. അതിനുശേഷം ആ മിനി മൗസിനൊന്ന് താഴ്ത്തി കൊടുക്കുകയാണ്. അപ്പോൾ മിനി മൗസിൻ്റെ ഷൂ ഐസിങ്ങിൻ്റെ ഒപ്പം തന്നെ വെച്ചപ്പോൾ അത് കറക്റ്റായിട്ട് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന പോലെ തന്നെ തോന്നും. അതിനുശേഷം സ്റ്റാറാണ് പേര് എഴുതാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫോണ്ടൻറ്റിൻ്റെ സ്റ്റാറാണ്. അപ്പോൾ ഷേപ്പ്നർ ഉണ്ടായിരുന്നു സ്റ്റാറിൻ്റെ. അപ്പോൾ അത് വെച്ചിട്ട് 2 സ്റ്റാർ ഉണ്ടാക്കിയിട്ട് അത് ജോയിൻ ചെയ്യുമ്പോൾ ഇടയിൽ ടൂത്ത് പിക്ക് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ മുകളിൽ ആ ഫോണ്ടിൻ്റെ മുകളിൽ ഒന്ന് ടൂത്ത് പിക്ക് കൊണ്ട് എഴുതിയിട്ട് പിങ്ക് കളറുള്ള ഫോണ്ടൻറ്റ് വെച്ചിട്ട് അതൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ സ്റ്റാർ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് മുകളിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ മിനി മൗസിൻ്റെ ബോയും കൂടി ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതും അവിടെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഫോണ്ടൻറ്റ് വർക്കൊന്നും ചെയ്യാൻ അത്ര വലിയ എക്സ്പെർട്ടൊന്നുമല്ല. ഞാൻ എൻ്റെ ഒരു ട്രയലായിരുന്നു നടത്തിയത്. അത് കാരണമായിട്ടോ അത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാഞ്ഞത്. അതുപോലെ തന്നെ മോളും കൂടി ഉണ്ടായിരുന്നു ഫോണ്ടൻറ്റ് വർക്ക് ചെയ്യുന്ന ഒരു ടൈമിൽ. അപ്പോൾ എനിക്ക് വീഡിയോ അധികം എടുക്കാനും പറ്റിയില്ല. പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഡോട്ട്സ് ഇല്ലേ, വൈറ്റ് കളർ ഡോട്ട്സ് ഒന്ന് അവിടെ ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ബാക്കി വന്നിട്ടുള്ള ഫോണ്ടൻറ്റിൽ വൈറ്റും പിങ്കും കോമ്പിനേഷനായിട്ട് അതൊന്ന് റോൾ ചെയ്തെടുത്തിട്ട് നമ്മൾ പിരിച്ചെടുക്കില്ലേ, അതുപോലെ പിരിച്ചെടുത്തിട്ട് അതൊന്ന് ഫ്രണ്ട് ഏരിയയിലേക്ക് മാത്രമാണ് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കിയുള്ള ഡോട്ട്സ് എല്ലാം വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തു. അങ്ങനെ നമ്മുടെ മിനി മൗസ് കേക്ക് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോൾക്കൊരു സന്തോഷത്തിന് എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ കേക്ക് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്ന ഒരു നേരത്ത് മാത്രം പുറത്തേക്ക് ഇറക്കി കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഒരു 11 മണിയൊക്കെ ആവുന്ന നേരത്തും ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മോൾക്ക് കാർട്ടൂൺ വെച്ച് കൊടുത്തേക്കാണ്. അപ്പോൾ മോള് കാർട്ടൂൺ കാണുന്ന ഒരു ഗ്യാപ്പിലാണ് ഞാൻ ഹസ്ബൻഡും കൂടിയിട്ട് റൂം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തത്. വലിയ ഡെക്കറേഷനൊന്നുമില്ല, സ്മൈലിയുടെ ബലൂൺസ് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഹാങ് ചെയ്തെടുത്തു. അതുപോലെ തന്നെ മിനി മൗസിൻ്റെ ഫേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് 2 എണ്ണം ഒട്ടിച്ചു. ഹാപ്പി ബർത്ത്ഡേയുടെ സ്റ്റിക്കർ ഒന്ന് വെച്ചു. അത്രയേ ഉള്ളൂ. പിന്നെ കേക്കും കൊണ്ടുവന്നിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു. അപ്പോൾ മോളത് കണ്ടിട്ടില്ല. അപ്പോൾ ആൾക്കൊരു സർപ്രൈസ് എന്നുള്ള രീതിയിലാണ് ചെയ്തത്. അപ്പോൾ ആൾക്ക് കണ്ണ് പൊത്തി വരുന്നത് വീഡിയോ കണ്ടിട്ടുണ്ട്, ഒരു വീഡിയോയിൽ കണ്ട കാരണം ആൾക്ക് അതുപോലെ വരണം നല്ല ആഗ്രഹമായിരുന്നു. ഇതെന്തുട്ടത്? എന്തുട്ടാ അമ്മയ്ക്കറിയില്ല. ഗിഫ്റ്റാവോ? മിയ പൊളിച്ചോ? മിയ കണ്ടുപിടിക്കും. മിയ താൻ പൊളിച്ചോ? അമ്മ ചേച്ചി വെച്ചാ എന്തുട്ടാവും ഗിഫ്റ്റ്? മിയ ഇതെന്തുട്ടാ ഗിഫ്റ്റ്? മിയക്കറിയോ? എന്തുട്ടത്? കിച്ചൺ സെറ്റ്. അമ്മയ്ക്ക് ഇഷ്ടമാണോ കിച്ചൺ സെറ്റ്? അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ ജാമിൻ്റെ പോർഷൻ കുറച്ചും കൂടിയും കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും രസവും കാണാനും ഭംഗിയുണ്ടാവും, കഴിക്കാനും ടേസ്റ്റാണെന്ന് തോന്നി. പക്ഷെ എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്ക്. കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു ടേസ്റ്റൊക്കെ തോന്നി. അപ്പം അത് കാരണം തന്നെ ഞങ്ങൾ വളരെയധികം സന്തോഷമായി. മോളാണെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് കിട്ടിയ കിച്ചൺ സെറ്റും വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾ വളരെ ഹാപ്പിയാണ്.
അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവസാനം നമുക്കൊരു കൺഫ്യൂഷൻ വന്നെങ്കിലും അവസാനം കിച്ചൺ സെറ്റ് എന്ന് വരാൻ കാരണം തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ അപ്പുറത്ത് കുക്ക് ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാരണം കിച്ചൺ സെറ്റ് ആകുമ്പോൾ കുറച്ചും കൂടി ഇഷ്ടമാവും എന്ന് വെച്ചിട്ടാണ് അവസാനം ഞങ്ങളിത് സെലക്ട് ചെയ്തത്. പിന്നെ ബർത്ത്ഡേക്ക് വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ കൊറോണയുടെ ടൈമായ കാരണം തന്നെ വിളിക്കാനും പറ്റിയില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.